ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ഹാർട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയാലോ. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഓഫ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ശുദ്ധീകരിക്കപ്പെട്ട ബ്ലഡ് എത്തിക്കുകയും അതേപോലെ തന്നെ അശുദ്ധമായ ബ്ലഡ് സ്വീകരിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടി ലങ്സിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹാർട്ടിൻ്റെത്. അതുകൊണ്ട് തന്നെ ഹാർട്ടിനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു പമ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യണമെങ്കിൽ ഹാർട്ടിന് ഒരു ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഈ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയുന്നതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഓഫ് ഹാർട്ട്. ഇനി ഹാർട്ട് പ്രധാനമായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലുള്ള ഭാഗം ഏട്രിയം എന്നും താഴെയുള്ള ഭാഗം വെൻട്രിക്കിൾ എന്നും പറയുന്നു. ഇത് ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് ഏട്രിയമും ഇത് റൈറ്റ് വെൻട്രിക്കിളും. ഇത് ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്, അതുകൊണ്ട് ഇത് ലെഫ്റ്റ് ഏട്രിയമും ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളും ആണ്. ഇനി ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. റൈറ്റ് ഏട്രിയത്തിൽ മുകളിലെ ഒരു കോർണറിൽ സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ ഉണ്ട്. ഇത് ഹാർട്ടിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ഇങ്ങനെ ഹാർട്ടിന് ചുറ്റും ഇലക്ട്രിസിറ്റി പമ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. ചിലർക്ക് ഈ സൈനോ ഏട്രിയൽ നോഡ് ഫങ്ഷൻ ചെയ്യാറില്ല. ആ ടൈമിൽ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെച്ച് ഇങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഹാർട്ടിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇനി ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാണ് ഹാർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി ശരീരത്തിന്റെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കളക്ട് ചെയ്യുന്നത് ഈ വീന കാവയാണ്. ഇത് ഇൻഫീരിയർ വീന കാവ, ഇത് സുപ്പീരിയർ വീന കാവ. സുപ്പീരിയർ വീന കാവ ശരീരത്തിന്റെ മുകൾ ഭാഗത്തുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. അതേപോലെ ശരീരത്തിന് താഴെയുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ഇൻഫീരിയർ വീന കാവയുമാണ്. അങ്ങനെ കളക്ട് ചെയ്ത ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ എൻ്റർ ആകുന്നു. റൈറ്റ് ഏട്രിയത്തിൽ എൻ്റർ ആയതും റൈറ്റ് ഏട്രിയത്തിനെ റൈറ്റ് വെൻട്രിക്കിളെയും ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു വാൽവ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഇലക്ട്രിസിറ്റി ഇവിടെയുണ്ട്. ഇലക്ട്രിസിറ്റി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്ത് എൻ്റർ ആകുന്നു. ഇങ്ങനെ ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നു ഹാർട്ടിന്. ആ സൗണ്ടാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹാർട്ടിന് ഒരു ടപ് ടപ് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ വാൽവ് ഓപ്പൺ ചെയ്തു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ആയി. ഇവിടെ നിന്നും പൾമണറി ആർട്ടറി ഈ ബ്ലഡിനെ കളക്ട് ചെയ്ത് ലങ്സിലേക്ക് എത്തിക്കുന്നു. അവിടെ ലങ്സിലെത്തി ഓക്സിജനുമായിട്ട് സമ്പർക്കത്തിലായി ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് കൺവേർട്ട് ആകുകയും ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി വെയിൻ ക്യാരി ചെയ്ത് ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. ഇനി ലെഫ്റ്റ് ഏട്രിയമും ലെഫ്റ്റ് വെൻട്രിക്കിളും ഡിവൈഡ് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. അതാണ് മിട്രൽ അല്ലെങ്കിൽ ബൈഗസ്പിഡ് വാൽവ്. ആ വാൽവ് ഇലക്ട്രിസിറ്റി കൊണ്ട് ഓപ്പൺ ചെയ്യുകയും ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ആവുന്നു. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിന് മുകൾ ഭാഗത്തേക്ക് എത്തുന്നത് അയോർട്ട വഴിയും ശരീരത്തിന് താഴ്ഭാഗത്തേക്ക് എത്തുന്നത് ഇവിടെ ഒരു ഡിസെൻഡിങ് അയോർട്ടയുണ്ട്. ഈ അയോർട്ട വഴി ശരീരത്തിന് താഴ്ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് ഹാർട്ടിന്റെ ഫങ്ഷൻ, വളരെ സിമ്പിൾ ആയിട്ട്. നമുക്കൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം. ഇതാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് സൈഡിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ അവിടെ പോയിട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ട്
പൾമണറി വെയിൻസിലേക്ക് എൻ്റർ ആയി അത് ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ആവുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ഈ വാൽവ് ബൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്ത് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ആവുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഹാർട്ടിന്റെ പല സൈഡിലേക്കും ഈ അയോട്ട വഴി സപ്ലൈ ആവുന്നു. താഴേക്ക് ഡിസെൻഡിങ് അയോട്ട, മുകളിലേക്ക് ഈ അയോട്ട വഴി ഇങ്ങനെ സപ്ലൈ ആവുന്നു. ഇതാണ് ഹാർട്ടിന്റെ ഫങ്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.